നമസ്കാരം, ഞാൻ ജാസി ഗിഫ്റ്റ്. വേടൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി, അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ്. അതിന്റെ നിജസ്ഥിതി ഇതാണ്. ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക്, അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത്. ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ. അപ്പം പർപ്പസ്ലി അവതാരിക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നതും, ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തിന് സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത്. വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിലെല്ലാവരും കണ്ടതും മനസ്സിലാക്കിയതും. അപ്പോഴത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ്. ആരെയും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നത് പോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ. ഞങ്ങളൊരു ഷോ കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ. അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു. ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട സമയത്ത് കുറേയധികം പേർക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായി കാണും. ചിലവർക്ക് ഇത് മനസ്സിലായി കാണത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയിൽ എന്തിനാണ് ജാസി ഗിഫ്റ്റ് വേടനോട് മാപ്പ് ചോദിച്ചതെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാസി ഗിഫ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇവരെ ഒരു മൂവിയുടെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടെങ്കിൽ ആങ്കർ വേടനെ പറ്റി ചോദിച്ചു, വേടൻ്റെ സോങ്ങിനെ പറ്റിയൊക്കെ ചോദിച്ച സമയത്ത്, ആ ഒരു സമയത്താണ് വേടൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയൊക്കെ ചോദിക്കാൻ വേണ്ടി റെഡിയായിട്ട് വേടൻ്റെ പാട്ടിനെ പറ്റി ആദ്യമേ ചോദിച്ച സമയത്തും ഇത് ചോദിച്ചതും ഉടനെ എന്ത് ചെയ്ത് ജാസി ഗിഫ്റ്റ് തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തൊരു കളിയാക്കുന്ന രീതിയിൽ അവിടെ ആ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കണ്ടവർ കാണാൻ കുറേയധികം പേര് കാണാത്തവരുണ്ടായിരിക്കും. അങ്ങനെ വേണ്ടിയുള്ളവർക്ക് ആ ഒരു വീഡിയോ ഒന്ന് ഇവിടെ വെക്കാം, ഒന്ന് കണ്ടു നോക്കൂ. എന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ, സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ഹ്യൂമർ സെൻസ് ഓഫ് ഹ്യൂമർ 6 മണിക്കാണ് ഗാനം. കുഴപ്പമില്ല. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. സത്യമല്ലേ? ജാസിയേട്ടന്റെ കൗണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ജാസിന്റെ ക്യാമറ ഒക്കെ മാറ്റി വെച്ച് വെച്ചോ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആങ്കർ ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ഫോൺ എടുത്ത് ഭയങ്കര തമാശ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഒപ്പം തന്നെ ബാക്കി അവിടെ കൂടെ ഇരിക്കുന്നവർ ഭയങ്കര എന്തോ വലിയ തമാശ കേട്ടാണ് പൊട്ടിച്ചിരിക്കുന്നു. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറുന്നു. പക്ഷേ ഇപ്പം ജാസി ഗിഫ്റ്റ് വന്ന് മാപ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കണ്ടിട്ട് കേട്ടിട്ടൊന്നും യോജിപ്പായിട്ടൊന്നും തോന്നില്ല. കാരണം ഇതിനകത്ത് ആങ്കർ തുടങ്ങിയതേ ഉള്ളൂ. ജാസി ഗിഫ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് വേടൻ്റെ സോങ്ങിനെ കുറിച്ച് തുടങ്ങിയത് വേറൊരു രീതിയിൽ. ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അല്ലെങ്കിൽ പറയാം, നമുക്ക് ആ ടോപ്പിക്ക് സംസാരിക്കേണ്ട, ഇപ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയാം. അല്ലാതെ ഫോൺ എടുത്തിട്ട് ഭയങ്കരമായിട്ട് എവിടെയാണ് സമയമായി നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൂടെ ചിരിക്കുന്നു. ഭയങ്കര ജാസി ഏട്ടൻ്റെ ഭയങ്കര ഹ്യൂമർ സെൻസാന്ന് പറയുന്നു. ഇതിലെന്താണ് ഹ്യൂമർ സെൻസ്? ഇത് മനസ്സിലാവാത്ത രീതിയിൽ സംസാരിച്ചത്. അത് ആ ടോപ്പിക്ക് മാറ്റുന്നത് ഇങ്ങനെയാണോ ടോപ്പിക്ക് മാറ്റുന്നത്? ജാസി ഗിഫ്റ്റ് വന്ന് പറയുന്നത് ഞാൻ ടോപ്പിക്ക് മാറ്റാൻ ശ്രമിച്ചതാണ്, ആങ്കർ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ചോദിക്കാൻ ശ്രമിച്ചു എന്ന്. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയതൊന്നുമില്ല. ഇത് ജാസി ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. ഇത് വീഡിയോ കണ്ടിപ്പോൾ 2 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ജാസി ഗിഫ്റ്റ് മാപ്പ് പറയുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ആ ഒരു വീഡിയോ നടന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നി? ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണോ അതോ അല്ലാതെ ജാസി ഗിഫ്റ്റ് പറഞ്ഞ കണക്ക് എന്നെ ഞാൻ അറിയാതെ ചെയ്തതാണ്, അതായത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ്, പക്ഷെ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നതാണ്? ഏതാണ് സത്യം? നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തുള്ള വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ.